ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണേ ഐക്യുവിൻ്റെ C9s Pro എന്ന് പറഞ്ഞ 5G മൊബൈലാണ്. അപ്പോൾ ഇത് കുറച്ച് പഴയ മോഡലാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ചില സമയത്ത് ഫ്ലാഷ് സെയിലിൽ ഇത് വളരെ വില കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ മൊബൈൽ റിവ്യൂ ചെയ്യണേ. പക്ഷേ ആ ഒരു ലോവസ്റ്റ് പ്രൈസിൽ അത്യാവശ്യം വളരെ മികച്ചൊരു ഫോണാണ്. ഈ ഫോൺ 22 രൂപ താഴെ മിക്ക സമയത്തും ചില സമയത്ത് ഫ്ലാഷ് സെയിൽ കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് സെയിലിൻ്റെ സമയത്ത് മാത്രം നിങ്ങളിത് വാങ്ങുവാണെങ്കിൽ ഇത് വളരെ മികച്ച ഫോണായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എല്ലാം ഞാൻ ഇതിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോണിൻ്റെ അടുത്ത് വരുന്ന കണ്ടൻറ്റ് ഈ ഒരു കവർ ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ കവർ പോലെ തന്നെ നമ്മുടെ സ്ഥിരം പറയുന്ന പോലെ മുട്ടത്തൊണ്ടിൻ്റെ അത്ര കട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ കവർ മേടിച്ചിടുക. പിന്നെ നോർമൽ പേപ്പർ വർക്ക്സ്, പിന്നെ ഇതിൻ്റെ ചാർജർ 80 വാട്ട് 80 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൻ്റെ അത് വരുന്നത്. ഒരു രക്ഷയില്ല. കണ്ട് 25-30 മിനിറ്റ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് 50% ചാർജ് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ആവുന്നതാണ്. അടിപൊളി ചാർജറാണ്. പിന്നെ ക്വാളിറ്റി പറയേണ്ട, ഐക്യുവിൻ്റെ ചാർജറാണ്. ഏകദേശം വിവോയുടെ സെയിം സാധനം തന്നെ, ക്വാളിറ്റി അടിപൊളി. അതുപോലെ കേബിളും അതെ, ഇവരുടെ കേബിളൊക്കെ നമ്മൾ ഈ സെയിം കേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കേബിൾ എന്നാ വന്നാലും പോകത്തില്ല. നിങ്ങൾ അതിൻ്റെ സൈഡ് സ്പ്രിങ് പോലെ സാധനങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കേബിൾ ബെൻഡായി കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ്. പിന്നെ നോർമൽ, പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഫോണിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം അടിപൊളി പ്രീമിയം ഫിനിഷിങ് തന്നെ വരുന്ന ഫോണാണ്. നമുക്ക് ഒരു ഇൻഹാൻഡ് ഫീൽഡ് തന്നെ ഞാൻ പറയാലോ, വളരെ മികച്ചൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം പ്രീമിയം ഒരു സെഗ്മെൻറ്റിലുള്ള ഫോൺ തന്നെ, അതേ ഒരു ക്വാളിറ്റി തന്നെ. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ കർവ് ഡിസ്പ്ലേ ആട്ടോ. പക്ഷേ ഒരു സ്ക്രീൻ ഗാർഡ് കാര്യങ്ങൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് UV സ്ക്രീൻ ഗ്ലാസ് ആണ് കൂടുതലും കിട്ടണത്. നോർമൽ സ്ക്രീൻ ഗ്ലാസ് ഇപ്പോൾ മാർക്കറ്റിൽ വന്ന് അവൈലബിൾ ആയിട്ടുണ്ട് പോലും നമ്മുടെ കേരളത്തിലിട്ട് കാര്യമായിട്ട് അവൈലബിൾ ആയില്ല. അതുപോലെ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒന്നും തന്നെ വന്നിട്ട് തുടങ്ങിയിട്ടില്ല. മാക്സിമം UV ഒട്ടിക്കാതിരിക്കുക, ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇത് കൂട്ടുക. അപ്പം ഈ റിവ്യൂയുടെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മാക്സിമം ഇൻഫർമേഷൻ കസ്റ്റമേഴ്സ് കൊടുക്കണമായിരിക്കും. UV ഗ്ലാസ് ഒട്ടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ അത്ര പ്രൊഫഷണലായിട്ടുള്ള നല്ലൊരു ആൾക്കാരുടെ തന്നെ പോയി ഒട്ടിച്ചാൽ തന്നെ ഇത് പൊളിക്കാൻ നേരത്ത് സ്ക്രീൻ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ വരുന്നത് നോർമൽ ടൈപ്പ് C, അതുപോലെ ഒരു സ്പീക്കർ ഗ്രില്ല്, അതുപോലെ സൈഡിലായാലും നോർമൽ വോളിയം സ്വിച്ചും പവർ സ്വിച്ചും മാത്രമാണ് ഉള്ളത്. അതുപോലെ സെപ്പറേറ്റ് ഇപ്പോഴത്തെ ഫോണുകളെ പോലെ സൈഡ് വേറെ ബട്ടണോസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മേളിലൊരു നോർമൽ മൈക്ക്. പിന്നെ ബാക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സിറാമിക്കിൻ്റെയൊക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല കേട്ടോ ഇതിൻ്റെ ബാക്ക്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് കറക്റ്റ് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിന് കൈ പിടിക്കുമ്പോൾ നല്ലൊരു ഒരുപാട് തിക്നെസ്റ്റ് ഫോണാണ്. അത്യാവശ്യം കട്ടി കുറഞ്ഞ് നല്ല സ്മൂത്തായിട്ടാണ് ഇത് നമുക്ക് പിടിക്കുന്നത്. പക്ഷേ അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടാണ്, കൈ തെന്നിപ്പോകാൻ സൂക്ഷിക്കണം. 5G സെറ്റാണ്, ഒരു രക്ഷയില്ല. സ്പീഡ് നല്ല സ്പീഡുണ്ട്. സോഫ്റ്റ്വെയർ അതുപോലെ ഇത് 256 GB സ്റ്റോറേജ്, 8 GB റാം വരുന്ന ഒരു എഡിഷനാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ ബെസലസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു 2 മില്ലിമീറ്റർ അടുത്ത് ഗ്യാപ്പ് ഉള്ളൂ. അതുപോലെ ഈ കർവ് ഡിസ്പ്ലേ കാണാനും വളരെ ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ബമ്പർ നിങ്ങൾക്ക് ക്യാമറയുടെ ബമ്പ് ശ്രദ്ധിച്ചറിയാം, ഇത് നിലത്ത് ഫ്ലാറ്റായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് വീഡിയോഗ്രാഫ് അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യണവർക്ക് വളരെ മികച്ച ക്യാമറയായിരിക്കും ഇത്. ഇതിൽ വരുന്നത് ഒരു 50 MB സോണിയുടെ ഒരു വൈഡ് ക്യാമറയും അതൊരു 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ബാക്കി വരുന്നത്. ക്യാമറ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഞാൻ ക്വാളിറ്റി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സൂം ചെയ്താൽ പോലും നല്ലൊരു ക്വാളിറ്റി ഒരു ക്യാമറയുടെ നമുക്ക് ലെൻസിൽ കിട്ടുന്നുണ്ട്. അത് രാത്രിയിലായാലും ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമ്മൾ രാത്രി സമയത്തായാൽ പോലും അതിൻ്റെ ക്ലാരിറ്റി നല്ല രീതി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് യൂസ് ചെയ്തേക്കണേ. സാധാരണ ഒരു ലൈറ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ആട്ടോ. ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഗെയിമിങ്ങിനും ക്യാമറയ്ക്കും ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഗെയിമിങ്ങിന് അത്ര പോരാ, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 720p ആൻഡ് 1080p ആണ് വീഡിയോ റെക്കോർഡിങ് കിട്ടുന്നത്. 4K ഒന്നുമില്ല കേട്ടോ. അതുപോലെ ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല, സ്പീഡൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റേബിലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഇത് ജെർക്കിംഗ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റി നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു രക്ഷയില്ല, അന്യ ക്ലാരിറ്റിയാണ്. അതുപോലെ ബാക്ക് ക്യാമറയുടെ ഫീച്ചേഴ്സ് നിങ്ങളിത് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്തോട്ടോ. ഒരു ബാക്ക് ക്യാമറയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ ഓപ്ഷൻ. വീഡിയോ ഓപ്ഷനിൽ നമുക്ക് ഒപ്റ്റിക്കൽ സ്റ്റെബിലേഷൻ, അതുപോലെ തന്നെ ഇതിനകത്ത് അൾട്രാ സ്റ്റേബിലേഷൻ, അത് ഇച്ചിരി ക്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് അത്യാവശ്യം നല്ല സ്റ്റേബിളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡിങ് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ പോർട്രേറ്റ് എല്ലാ ഓപ്ഷനും ഉണ്ട് അതിൻ്റെ അത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അത് റെക്കോർഡ് ചെയ്യാവുന്ന ബാക്ക് ക്യാമറയിൽ 720p, 1080p, അതുപോലെ 4K. ഈ 1080p വരെ നമുക്ക് 60 FPS റെക്കോർഡ് ചെയ്യാം. 4Kയിൽ 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുള്ളൂ.
അപ്പോൾ പിന്നെ ഈ ക്യാമറ ഇല്ലാത്തൊരു ഫീച്ചേഴ്സ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് AI ഫീച്ചേഴ്സൊന്നും കാര്യമായിട്ടില്ല. AI ഇറേസ് മാത്രമുണ്ട്, അതല്ലാതെ വേറെ ഫീച്ചേഴ്സൊന്നും ഒന്നും വരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ക്യാമറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയിൽ മാനുവൽ മോഡുണ്ടല്ലോ, മാനുവൽ മോഡിൽ വീഡിയോ മാനുവൽ മോഡായിട്ട് യൂസ് ചെയ്യാം. മിക്ക ക്യാമറയിൽ ഫോട്ടോയാണ് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ അത് വീഡിയോ മാനുവലായിട്ട് യൂസ് ചെയ്യാം. അന്നേരം ഈ ഫീച്ചേഴ്സ് മൊത്തം മാറും. നമുക്കൊരു DSLR പോലെ ഫുൾ കൺട്രോൾ, ക്യാമറയുടെ ഫുൾ കൺട്രോൾ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ലെൻസ് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഇൻഡിവിജ്വൽ ലെൻസ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സെറ്റിങ്സിൽ വരുമ്പോൾ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം 1080p 120 സംതിങ് അടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാ ഓപ്ഷനും അൺലോക്ക് ആവും അത് മാനുവൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്യാമറ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റേബിൾ, ക്യാമറയ്ക്ക് ഫുൾ എക്സ്പോസറും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാം. മാനുവൽ മോഡിൽ എനിക്ക് തോന്നുന്നത് ഈ ക്യാമറയുടെ ഈ സോഫ്റ്റ്വെയർ ഒരു രക്ഷയില്ല. അത്യാവശ്യം വ്ളോഗ് ചെയ്യണവർക്ക് ഈ ഒരു ഫോൺ ധാരാളം മതി, കാരണം എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ മാനുവൽ മോഡിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ സാധാരണ ഒരു ഫോണിലും പോലും മാനുവൽ മോഡ് ഇത്ര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണം കണ്ടിട്ടില്ല. കാരണം ഫോട്ടോ മാനുവലിൽ ഫോട്ടോ സെറ്റ് ചെയ്യാൻ എല്ലാ സോഫ്റ്റ്വെയറിലും സെറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോ ഒരു ഫോണിൽ പോലും ഇത്ര സോഫ്റ്റ്വെയർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോണിൽ iQOOൻ്റെ ഫോണിൽ നിങ്ങൾക്ക് മാനുവൽ മോഡിൽ വീഡിയോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എഫക്റ്റുകൾ, കാര്യങ്ങൾ, HDR, ഫോട്ടോയിലായാലും റോ ഓപ്ഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ ഇമേജസ് ലാസ്റ്റ് ഭാഗത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി എന്തുകൊണ്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ ക്യാമറയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൂ, കാരണം ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മെയിനായിട്ട് എനിക്കൊരു കുറവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഒപ്റ്റിമൈസേഷൻ ഒന്നുമില്ല, അത്യാവശ്യം സ്റ്റേബിളൊന്നുമല്ല. വീഡിയോ എടുക്കാനും ഫ്രണ്ട് ക്യാമറ പോരാം, ബാക്ക് ക്യാമറയാണ് വളരെ മികച്ചത്. ഫ്രണ്ട് ക്യാമറ ഫോട്ടോ എടുക്കാൻ വളരെ നല്ല ക്യാമറയാട്ടോ, പക്ഷേ വീഡിയോയ്ക്ക് പോരാം. അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്ന ഫോട്ടോയുടെ ലൈവ് തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് ലൈവായിട്ട് എടുക്കുന്ന വീഡിയോസ് ആട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്, അത്ര നല്ല ലൈറ്റ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒട്ടും തന്നെ എഡ്ജൊന്നും ഫോക്കസ് ആവാതിരുന്നിട്ടില്ല, നല്ല ക്ലിയറാണ് സാധനം. അപ്പം മൊബൈലിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ഫോണാണ് ഈ ഫോൺ ചില സമയത്ത് ഫ്ലാഷ് സെയിൽ ഞാൻ പറഞ്ഞില്ല വളരെ മികച്ച വിലക്കുറവിൽ തന്നെ വരാറുണ്ട്. അപ്പം അത്യാവശ്യം ആ ഒരു ലോ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഭയങ്കര മെച്ചമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായുള്ള Z10 അങ്ങനെ ഒരു സീരീസൊക്കെ വന്നിട്ടുണ്ട്, അത് ഇച്ചിരി ബെറ്ററാണ് ഇതിനേക്കാളും. പക്ഷേ ഈ ഫോൺ ലോ പ്രൈസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് കണ്ടോ, വീഡിയോ സ്റ്റേബിലേഷൻ അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. ഇപ്പോൾ വീഡിയോ സ്റ്റേബിൾ ഓപ്ഷൻ ഇട്ടിട്ടാണ് പറയുന്നത്, അൾട്രാ സ്റ്റേബിൾ ഞാൻ ഇട്ടിട്ടില്ല, അതിട്ട് കഴിഞ്ഞാൽ ക്രോപ്പ് ആവും. അല്ലാതെ സ്ഥിതിക്ക് വളരെ നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ അത്യാവശ്യം ബ്ലോട്ട് വെയർ ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യം ഉണ്ടെന്ന് തന്നെ പറയാം. ഇതിപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാൻ ഈസി മെത്തേഡൊക്കെ ഇതിൻ്റെ അടുത്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്ലോട്ട് വെയർ ഉള്ളത് എല്ലാം ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ എല്ലാം ഗൂഗിൾ പ്ലേയിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഫോണിൽ തരുന്ന പ്രീ ഇൻസ്റ്റാളായിട്ടുള്ള എല്ലാ ബ്ലോട്ട് വെയറും അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതുപോലെ സ്ക്രീനിൻ്റെ റീഫ്രഷ് റേറ്റ്, അതുപോലെ ബാറ്ററിയുടെ മാനേജ്മെൻറ്റ് സെഷൻ ആദ്യമേ ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് കിട്ടത്തില്ല. കാരണം ചില ആൾക്കാർ ഫോൺ മേടിച്ചിട്ട് പറയാറുണ്ട് ഫോൺ പെർഫോമൻസ് ഇല്ല, ഭയങ്കര ലാഗാണ്. അത് ഈ ബാറ്ററിയുടെ സെറ്റിങ്സിൽ പെർഫോമൻസ് മോഡും കാര്യങ്ങളൊന്നും ഓൺ ആയിരിക്കില്ല, അത് പവർ സേവിങ്ങിനൊക്കെ ആയിരിക്കും കിടക്കണേ, അതുകൊണ്ടായിരിക്കും പെർഫോമൻസ് വളരെ കുറവ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് മിക്ക ഫോണും കിട്ടും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് തന്നെ ബാറ്ററിയുടെ സെറ്റിങ്സിൽ ഏത് ഓപ്ഷനാണ് ഓണായി കിടക്കണമെന്ന് ആദ്യം നോക്കുക. അത് പെർഫോമൻസ് വേണോ ബാലൻസ് വേണോ എന്ന് അതിനകത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ആവും. മീൻസ് ബാലൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോൺ തന്നെ കൺട്രോൾ ചെയ്തോളൂ. പെർഫോമൻസ് ഇട്ടാൽ നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷേ അതനുസരിച്ച് ബാറ്ററി ഭയങ്കര സ്പീഡിൽ ഡ്രെയിൻ ഔട്ട് ആയിരിക്കും. അത് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതപ്പോൾ എല്ലാ ഫോണും തന്നെ വരാറുണ്ട്. അത്യാവശ്യം റാം എക്സ്പാൻഡ് ചെയ്യും. ഇതിനൊന്നും റാം എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ഓൾറെഡി റാം നന്നായിട്ടുണ്ട്. അപ്പം ഇനി വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറേജിനെ ചെറുതായിട്ട് ബാധിക്കുന്നതായിരിക്കും ഈ എക്സ്പാൻഡേഷൻ. അതുപോലെ സ്റ്റോറേജ് അത്യാവശ്യം നന്നായിട്ടുണ്ട്, 256 GB സ്റ്റോറേജ് ഈ ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം നിൽക്കുന്ന ഈ സ്റ്റോറേജ് ധാരാളം മതി. പിന്നെ UFS 2.2 ആയിട്ട് വരുന്നത്, ഒരുപാട് സ്പീഡൊന്നും കമ്പ്യൂട്ടർ കുത്തുമ്പോൾ കോപ്പി ചെയ്യുന്ന ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ Android 14 ആണ് തന്നെ, അത്യാവശ്യം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Android 14 ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ UFS 2.2 ആയതുകൊണ്ട് എനിക്ക് വീഡിയോ കോപ്പി ചെയ്യാൻ വളരെ സ്പീഡും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതിൻ്റെ ബ്ലോട്ട് വെയർ എങ്ങനെ ഈസി ആയിട്ട് ഫുൾ ബ്ലോട്ട് വെയർ ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാ ഫോണിലും റെഡ്മി, ഒപ്പോ, വിവോ ഈ പറഞ്ഞ എല്ലാ ഫോണിലും നമുക്ക് ബ്ലോട്ട് വെയർ ഒറ്റയടിക്ക് കളയാൻ പറ്റും. അല്ലാതെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ പെറുക്കി അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഒറ്റയടിക്ക് ഇതുണ്ട്. ആ ഓപ്ഷൻ ഞാൻ ഏത് ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് നോക്കുക, സ്ലോ ആയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക, അല്ലെങ്കിൽ ഓൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫുള്ളങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക.
ഈ ബ്ലോട്ട്വെയറിൽ ഒരുപാട് രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് കണ്ടൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇവർ തന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പോലും നമ്മൾ യൂസ് ചെയ്യാതെ, പ്രത്യേകിച്ച് ചൈനീസ് സ്മാർട്ട് ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പോലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. കണ്ടപ്പോൾ എല്ലാ ബ്ലോട്ട്വെയറും പോയി, ഫുൾ ഫോൺ ഫ്രഷ് കണ്ടീഷനായി. ഇപ്പോൾ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർ മാത്രമേ ഇതിനകത്ത് ഈ ഫോണിലുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയി. ഇപ്പോൾ ഒന്നും തന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കണക്കുന്ന ഹോട്ട് ഗെയിംസ്, ഇങ്ങനെ ഗെയിംസിൻ്റെ കുറച്ച് ഫോൾഡർ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ ഈ സാധനമൊക്കെ അൺടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റയും കാര്യങ്ങളും ഫീഡ്ബാക്ക് എല്ലാം അങ്ങോട്ട് കമ്പനിയിൽ പോകും. അപ്പോൾ ഇതെല്ലാം ഓഫാക്കുക. അപ്പോൾ ഇതിങ്ങനെ ആ 2 ഓപ്ഷനോട് ഞാൻ കളയണമെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതന്നെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്യുക, എല്ലാ ഓപ്ഷൻസും ഓഫാക്കിയിടുക. വൈഫൈ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം തണ്ടോ, റിമെമ്പർ ടോപ്പ്, ഇതെല്ലാം ഓഫാക്കിയിട്ടിട്ട് നിങ്ങൾ ബാക്ക് അടിച്ച് ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിലത്തെ 2 ഓപ്ഷനും കൂടെ അതോടെ ഒപ്പം നിങ്ങൾക്ക് ആ ഹോട്ട് ഗെയിംസും കാര്യങ്ങളും കൂടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. കാരണം എന്നാലും മാത്രമാണ് നിങ്ങൾക്ക് ഫോണിൽ ഭാവിയിൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഈ വിവോയുടെ ഒപ്പണയും ഫോണിൽ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം കളയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നല്ല സ്മൂത്താവും, ഭാവിയിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം ഈ ഫോണിൽ, ഈ ചൈനീസ് സ്മാർട്ട് ഫോണുകളിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. അത് കളയേണ്ട രീതിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റാം മാനേജ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ആപ്ലിക്കേഷൻ ഈ ഫോണിൽ പെട്ടെന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റാം എങ്ങനെയാണ് എങ്ങനെ ഒരു നല്ല രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടോ അതോ നല്ല രീതിയിലാണ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യമേ തന്നെ കുറച്ച് അധികം ആപ്ലിക്കേഷൻ ഓണാക്കുക. എന്നിട്ട് എന്നിട്ട് ആദ്യത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് തന്നെ ഓപ്പൺ ആക്കേണ്ട, ഒരു ബ്ലിങ്ക് പോലും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ സ്റ്റേബിളാണ്. അപ്പോൾ ഇതിൻ്റെ റാം ഒപ്റ്റിമൈസേഷൻ വളരെ നല്ലതാണ് ഈ ഫോണിൻ്റെ. കാരണം 12 GB റാം ഉണ്ടെങ്കിൽ പോലും ഈ ഫോൺ അത്ര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ചില ഫോണിൽ എത്ര GB റാം ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, കാരണം അത് ഫസ്റ്റ് തൊട്ട് ആപ്പ് പിന്നെ റീസ്റ്റാർട്ട് ആവും. അതുപോലെ സ്പീക്കർ ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഇടാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ 26% എത്ര സ്പീഡിലാണ് നിങ്ങൾക്ക് ചാർജ് കയറണമെന്ന് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, അന്യ സ്പീഡാണ്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. 80 വാട്ട് ചാർജർ ഈ ഫോണിൻ്റെ വാച്ച് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ചാർജറാണ്. നിങ്ങൾ കംപ്ലൈൻറ്റ് ആക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ആ ചാർജർ സെപ്പറേറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ലൊരു പ്രൈസ് തന്നെ കൊടുക്കുന്നതാണ്. ഞാൻ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ നല്ലൊരു പ്രൈസാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഈ ചാർജർ കംപ്ലൈൻറ്റ് ആക്കാതെ നോക്കുക. പിന്നെ ഈ ഫോണിന് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ലോ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ വളരെ മികച്ച ഫോണാണ്. ചില സമയത്ത് 20,000 താഴെ കിട്ടുവാണെങ്കിൽ വളരെ അടിപൊളി ഒരു ഫോൺ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വിലയ്ക്കൊരു ക്യാമറ ഈ ഇടയ്ക്ക് വേറെ ഫോണിൽ കണ്ടിട്ടില്ല. ഞാൻ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് എൻ്റെ വീഡിയോ, ഫോട്ടോ എല്ലാത്തിലും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വേറൊരു ഫോണാണ് CMF2, പുതിയ വന്നേക്കണം 2 Pro. ഇങ്ങനെ 2 ഫോൺ വരുന്നുണ്ട്. ആ ഫോൺ നല്ല കൺസിഡർ ചെയ്യാവുന്നൊരു ഫോണാണ്. പക്ഷേ ക്യാമറ ക്വാളിറ്റി ഞാൻ പറയുവാണെങ്കിൽ ഇത് നല്ല ബെറ്ററാണ്. സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ നല്ലത് CMF ഫോണുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, വിവോ ഇപ്പോൾ ഈ ഫോണിൻ്റെ എല്ലാ സർവീസും നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും ലഭിക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് ഒരുപാട് സർവീസ് സെൻറ്ററും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കസ്റ്റമർ സർവീസിന് ഒരു കുഴപ്പം വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.